ഇവരൊക്കെ നമ്മളെ ഭരിക്കാൻ ഇവരുടെ ഡൽഹിയിലായാലും എല്ലാവരും ഇവരൊക്കെ ആരാണ് നമ്മളെ ഭരിക്കാൻ ഈ ഓണർ എന്ന് പറയുന്നത്? അവരൊക്കെ നമ്മളെ കുറിച്ച് കണ്ടമാനം ഈ അനാവശ്യ കഥകളുണ്ടാക്കുന്ന തെരുവാണി കഥകൾ. ഇവരൊക്കെ ആരാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഓണർ എന്ന് പറയുന്നത് ഇവരൊക്കെ കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് കണ്ട തെരുവാണികൾ പറയാൻ കൊള്ളാവോ മതി? നമ്മുടെ ഉള്ള കാര്യം നമ്മുടെ മുഖത്തോട്ട് DDT അടിക്കുക, നമ്മുടെ തലകണ്ടത്തോട്ട് മുടിയെല്ലാം കൊയ്യാൻ കുറെ ലേഖം. നിങ്ങൾക്ക് അറിയില്ല എന്നോട് ഉപദ്രവങ്ങൾ. ഇവര് ഭയങ്കര മാനസികത. എന്നെ വകവെച്ചേച്ച് എങ്ങനെയെങ്കിലും എന്റെ കൊച്ചിനെ വകവെച്ചേച്ച് അവിടെ കൂടെ പോകണം. വിദ്യാഭ്യാസം പറയുന്നത് പോകണം ഉദ്ദേശിച്ച് ഇവർ നടക്കുന്ന പല പരിപാടികളും. ഇവന്റെ അനിയനും ഇവനും എല്ലാം ഒന്ന് ചുമ്മാ വരുമാര് രണ്ടാമത്തെ പറഞ്ഞു. രണ്ടും മഹാബലങ്ങളാണ് കേട്ടോ. രണ്ടും ഒന്നിനൊന്നും വെച്ചോ. ഇളയവൻ ഇവനെക്കാട്ടി പത്തരമായിട്ട്, ഇവൻ അവനെക്കാട്ടി പത്തരമായിട്ട്. ഒന്നും മോശമൊന്നുമല്ല. ആ അവനെന്താ അവൻ ദ്രോഹിച്ചിട്ട് ഇവൻ അനുവദിച്ചിട്ടല്ലേ ദ്രോഹിച്ചത്? ആണല്ലയോ? ഇവന്റെ ഉദ്ദേശങ്ങളൊക്കെ എന്നെ ഓടിച്ചേച്ചിയിൽ അവിടെ കൂടെ പോകണമെന്ന് ഉദ്ദേശത്തിലായിരുന്നു. മനസ്സിലായോ? ആ ഇവന് ആരാ പോകണമെന്നറിയാവോ? പിന്നെ എന്റെ അമ്മച്ചി എന്ന് പറയുന്നത് മുതുപ്പള്ളി. അവളും ഇപ്പം അവിടെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി എന്ന് പറയുന്നത് അവിടെ സ്വത്തെല്ലാം ഒരു ഭർത്താവിനെ ഉണ്ടാക്കി രണ്ടാമത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ ഭർത്താവിന്റെ സ്വത്തുമെല്ലാം വിറ്റേക്ക് 10 ലക്ഷം മീനാഴ്ച എന്ന് പറയുന്നത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവളെ കൂടെ നിർത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ രാജനെ അവളുടെ പേര്. എന്റെ അമ്മയുടെ ഇരട്ടയാ. അവളെ 10 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ട് എന്റെ വീട്ടിൽ ഇപ്പം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ആ നമ്മുടെ പല ജോലികളും ഇല്ലാതാക്കി നമ്മളെ നിങ്ങളോട് പറയാനാണെങ്കിൽ ഞാനത് വന്ന വക്കീലായിട്ടല്ലേ വന്നത്. ആ വഴി നിങ്ങൾക്കറിയാമല്ലോ. വക്കീലായിട്ട് വന്നു. ഇവൻ എന്നെ ദിവസവും കോടതിയിൽ ഇറങ്ങുന്ന ഇവൻ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നിന്റെ 2 ലക്ഷം പൂര, നിന്റെ 2 ലക്ഷം എന്ന് വെച്ചാൽ കാറിന് 2 ലക്ഷം ആദ്യം കൊടുത്തു. അറിയാമല്ലോ നമ്മള് അല്ലാതെ വാങ്ങിക്കുന്നത്. ഇത് പറയുന്ന നിന്റെ 2 ലക്ഷം പൂര ഞാൻ ഈ കാറിന്റെ ഇതാക്കിയാ നീ കോടതി വരത്തില്ലല്ലോ. അങ്ങനെ കോടതി വരത്തില്ല നാട്ടി ഇവൻ ഏതാണ്ട് ജോബിലോ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ഇൻഷുറൻസ് കള്ളന. ഇവൻ അങ്ങനെ എന്റെ ജോലിയെ ഇതാക്കി ഇവരും ആ കളി ഫ്രീഡായിട്ട് പഠിക്കാവുന്ന മുതുകാലി ക്രിമിനലും കൂടെ ഇന്ന് മുടിച്ചതാണ് കേട്ടോ. ഇവരും കൂടെ കുറെ നമ്മളെ നശിപ്പിച്ച് ഇവൻ എന്നെ നശിപ്പിക്കാവുന്ന ആ ഫ്രീഡായിട്ട് പഠിക്കാവുന്ന നമ്മളെ മുതുകഴിയും. അവളെ പോലെ ഒരു കള്ളി ലോകത്തില്ല. മുതുകള്ളിയാ. എന്നിട്ട് ഇതിലേക്ക് അവിടെ ഞാൻ കൊച്ചിന്റെ പേരിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെ കൊച്ചിന്റെ പേര് മാളവികാടി എന്നാക്കി. അപ്പം അവസാനം ഇവന് പറ്റുന്ന പിറകി ഇവരുടെ എനിക്ക് ശരിക്കും മനസ്സിലായി. ഫ്രീഡായിട്ട് പഠിക്കാൻ പറയുന്ന കള്ളിയെ മനസ്സിലായപ്പോ ഞാനൊരു ഫേസ്ബുക്കിൽ എഴുതി എന്റെ കൊച്ചിന്റെ പേര് മാളവികാടി, തന്തയുടെ പേരല്ല ന്യൂറോളജിയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രീഡായിട്ട് പഠിക്കുന്ന മോളെ പേരും വർണ്ണികാശ്രീ മാത്രമേ ഉണ്ടാവെന്ന് പറഞ്ഞു. ഇപ്പം ഇവരുള്ള കണക്ഷൻ അത് കാണിക്കുന്നതെന്നൊക്കെ എഴുതിയപ്പോഴേ ഉടനെ തന്നെ മാളവികയുടെ പേര് മാളവിക ബിജു എന്നാക്കി കേട്ടോ. മാളവിക ഇപ്പൊ അവത്തിന്റെ പേര് മാളവിക ബിജു എന്നാ കേട്ടോ. കുമാരിക്ക് അറിയാമോ? കുമാരി സംഖ്യാശാസ്ത്ര പ്രകാരം യഥാർത്ഥത്തിൽ പേരില്ലാതെ മാറ്റി വിടുന്നത്. ആരെന്ത് പറയട്ടെ? ഇവൻ കള്ളനല്ലായിരുന്നെങ്കിൽ ഇവൻ പേര് മാറ്റുമായിരുന്നു. ഇവൻ കള്ളനായതുകൊണ്ടെങ്കിൽ പേര് മാറ്റിയത് ആണോ വലിയ കുമാരിക? ഇതിലേക്ക് അതുപോലെ ഇവിടെ വീടായി പഠിക്കാന്ന് പറയുന്നത് അവിടെ വീട്ടിൽ ഞാൻ പാലക്കാട് കള്ളി അവിടെ താമസിക്കുന്ന അവിടെ ചെന്നപ്പം അവിടെ കൊച്ചിന്റെ ബുക്കിനാ പേര് വെച്ചിരിക്കുന്ന വർണ്ണികാശ്രീ എന്ന്. വർണ്ണികാശ്രീ മാത്രം ഇതാവെന്ന് പറഞ്ഞ കൊച്ചിന്റെ പേര് വർണ്ണികാശ്രീ എന്നാക്കി. എനിക്ക് തോന്നുന്നു ഇവന്റെ കൊച്ചാവണമെന്നാ തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവൻ അവിടെ എൻഗേജ്മെന്റിന് ഫോട്ടോ എടുക്കുമ്പോൾ ഇവൻ എന്തോ എന്നോട് പറഞ്ഞു, ഈ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയാം, ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയാനെന്ന്. എന്നിട്ട് 1 വർഷം കഴിഞ്ഞാൽ ഇവിടെ കല്യാണം നടന്നത്. ഒരു റീസൺ ഇല്ല 1 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ. അപ്പം എന്താ ഉദ്ദേശം അറിയാമോ? ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ഈ 1 വർഷത്തിനിടയിൽ തട്ടിയാല് ഈ കല്യാണം നടക്കത്തില്ല. ഇവൻ ഇവിടെ കൂടെ കൊടുക്കാം, ഇവരുടെ കൂടെ കൊടുക്കാവുന്നതായിരുന്നു വിചാരം മുഴുവൻ. എന്റെ സ്വത്ത് 1 ഏക്കറിൽ കൂടുതൽ എനിക്ക് 1 ഏക്കർ വീട് 1 ഏക്കർ 46 സെന്റ് സ്ഥലവും വീടുണ്ട്. ഇതെല്ലാം കൂടെ കോഴികളെല്ലാം കൂടെ കെട്ടി ഇവര് ഇവർക്ക് കൂടെ മതിക്കാമെന്നാണ്
നമ്മൾ പറയുമ്പോൾ നിന്റെ മോക്ക് അസുഖം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? കുമാരി കടന്നുകാരി എന്റെ അതുകൊണ്ട് ഇവന്മാർ എന്റെ കണ്ണിലോട്ട് ഇപ്പൊ എന്റെ കണ്ണിലോട്ട് ഈ ഇടത്ത് കണ്ണിന്റെ സൈഡിലോട്ട് പോലെ ചൂടിങ്ങനെ അടിക്കുക വേക്കുക പല രീതിയിലുള്ള ഉപദ്രവം നമ്മുടെ മോന്തത്തോട്ട് ഞാൻ കറക്റ്റ് കൈകാര്യം ചെയ്യുമായിരുന്നു. കുമാരി കട എന്റെ മുഖത്തോട്ട് എന്തുവാ ഉള്ള DDT പിന്നെ കുറെ വിഷഭാഗങ്ങൾ എല്ലാം കൂടെ അടിച്ചു വിടുക. നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. കുറെ നാറ്റം, കുറെ പെട്രോൾ നാറ്റം. നിങ്ങൾ വീട്ടിൽ 4-5 വണ്ടി ഇരിക്കും. നിങ്ങൾ വണ്ടിയെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ നടക്കുമോ? നടക്കുമോ കുമാരി? വലിയ വണ്ടി വഴിയെ പോയ എന്റെ ബെഡ്റൂമിനകത്ത് നിങ്ങളുടെ കാർഷേക്കിനകത്ത് നിങ്ങൾ ഒത്തിരി വണ്ടികളുണ്ടല്ലോ. ടിപ്പർ ഒത്തിരി ഭാഗമുണ്ട് വണ്ടികളുണ്ടോ? ഇതെല്ലാം ബ്രേക്കോട് പോകാൻ നിങ്ങൾക്ക് മരണവാള വരുമോ? ഇതൊക്കെയാ ഇവിടെ നടക്കുന്നത്. എന്റെ മുറിക്കകത്ത് ഫുള്ള് മണ്ണെണ്ണ എന്തോ പെട്രോൾ വേണം. എന്നിട്ട് പറയുന്ന ഇവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് HQI എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഈ പോയിസണസ് ഗ്യാസ് അടിക്കുക, നമ്മളെ പ്രവർത്തിക്കുക, നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തി എന്റെ സ്വത്തും വക എടുക്കാനായിട്ട് നടക്കുക ഈ BJP എന്ന് പറയുന്ന കള്ള തെമായി കേട്ടോ. എവിടെ പോട്ടെ കുറെ ഓണേഴ്സുമായിട്ട് ഇവര് കുറെ എണ്ണം ഡൽഹിയിലൊക്കെ ഉണ്ടാവും. സുരാജിന്റെ ഒക്കെ വലിയൊരു കള്ളനുണ്ടല്ലോ. അതോ സുരാജ് കൊണ്ടത് അവരുമായിട്ടൊക്കെ ഇതിന് നല്ല കണക്ഷൻ ആയിട്ടുള്ള എന്റെ അമ്മച്ചിയുടെ വീട്ടുകാരി കുറെ കള്ളന്മാരുണ്ട് ഈ ഡൽഹിയിലൂടെ ടിക്കറ്റ് നടക്കുന്നത്. അവന്മാരുടെ കൂടിയല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ പുറകിൽ എറണാകുളത്ത് നിന്ന് 2 ജോലിയാണ് പറഞ്ഞേക്ക് എന്നെ കൊണ്ട് ഓടിച്ചത്. നിങ്ങൾക്ക് അറിയാമോ? ഈ പുറകിൽ നടക്കുന്നതിന് നമ്മൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പുറകിൽ നടക്കുന്നതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തു. എന്റെ എനിക്കറിയാവുന്നത് ഞാൻ ഡൽഹിക്ക് വണ്ടി കയറിയപ്പോ അങ്ങേരെ ഒരു ഫോൺ എന്റെ കയ്യിലുണ്ടായിരുന്നു നമ്പറുള്ള. ഈ പ്രീരാജ് എന്ന് പറയുന്നത് ആ ഫോണിൽ വിളിക്കുന്നത്. അവിടെ വിചാരിച്ചു ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ ആ ഫോൺ ഇവര് ആ ഓണർ തന്നെ കൊടുത്തിട്ട് പോകുന്ന വിചാരിച്ചത് കമ്പനിയില്. ഇവർ ആ ഫോണിൽ വിളിക്കുന്നത് പക്ഷേ മനസ്സിലുണ്ടോ? അപ്പൊ ഇവർക്ക് ആദ്യം എന്റെ സൗണ്ട് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ആരാ അത് എന്തിനാ എന്താ കാര്യം? അതൊരു ജോലിയില്ല. എനിക്ക് എനിക്കാണ് എനിക്ക് പേര് എന്തുവാ ഇവർ വിചാരിച്ച റോഷിംഗ് മീസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയായി ഫോൺ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോ ശരിക്ക് സംസാരിക്കാൻ ഞാൻ ഇവിടെ തുടങ്ങിയപ്പോഴത്തെ ഇവർക്ക് മനസ്സിലായി ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഞാൻ ഇവിടെ 100 വട്ടം വിളിച്ചപ്പോൾ ഇവർക്ക് എടുക്കുന്നില്ല. ഞാൻ എന്റെ ഇവരൊക്കെ എങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുന്നറിയാം. ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി 10 മിനിറ്റ് ആയപ്പോൾ ഇവർ ഈ ഫോണിൽ വിളിച്ചു. ഇവർ ഈ ഫോണിൽ വിളിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു ഇവർ അറിയുന്നുണ്ടോ ഇരിക്കണം നിങ്ങൾ വേണം. ഞാൻ വിളിക്കാതെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ഒരാളെന്നെ ഒന്ന് വിളിക്കുന്നു. Hello. Like Kumar, I will send the coordinates to my dear. Only one person. No, you not like I was not that loud, na yaar. Yeah, like you did not give me call this morning.